പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് നിരന്തരം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നാം തിരിഞ്ഞു നോക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം, കഴിവുകൾ, നമ്മുടെ സമ്പത്ത് എല്ലാം നാം അർഹിക്കുന്നതിനേക്കാൾ ഉപരിയാണ്. ദൈവം നമ്മോട് നിരന്തരം കരുണ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നാം എത്ര വലിയ പാപം ചെയ്തിട്ടും ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരുന്നിട്ടും നമ്മുടെ അർഹത നോക്കാതെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. നാം മറ്റുള്ളവരുടെ അർഹത നോക്കാതെ അവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം കരുണ കാണിക്കുമ്പോഴാണ് നാം കരുണ ഏറ്റുവാങ്ങാനുള്ള അർഹതയുള്ളവരായി മാറുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. നിയമാവർത്തനം 5:10-ൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം തലമുറകൾ കടന്ന് എത്തുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനായി നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യണം. നമ്മോടുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശുവിനെ ഗർഭം ധരിച്ച അവസരത്തിൽ പരിശുദ്ധ മറിയം പാടിയത്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്നാണ്. യേശുവിൻ്റെ കരുണയുടെ മുഖമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ യേശുവിൻ്റെ കരുണയുടെ മുഖമായി നാം മാറണം. സങ്കീർത്തനം 105-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.